ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബീറ്റ്റൂട്ട് അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടത് ഞാനിവിടെ 2 ബീറ്റ്റൂട്ട്, 1/4 കിലോ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10-20 കൂടുതലുണ്ട്, ഏകദേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിന്, 5-6 കാന്താരി അത് മുറിച്ച് വെച്ചില്ല. പിന്നെ പച്ചമുളകും ഒരു 4 എടുത്തിന്. ഈത്തപ്പഴവും ബീറ്റ്റൂട്ടിൻ്റെ അതേ അളവിൽ അതേ തൂക്കത്തിലെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്യണം. ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. ഏറ്റവും ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ അച്ചാർ എപ്പോഴാണ് ആവശ്യം, അതിൻ്റെ ഒരു 4-5 മണിക്കൂർ മുമ്പേ ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതുപോലെ ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അത് മതി. ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉലുവ, ഉലുവ ചുവന്നു, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ചൂടായാൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് രണ്ടും ഇട്ടത് പിന്നെ മിക്സീൻ്റെ ജാറിന്ന് പൊടിക്കാൻ കുറച്ച് തീരെ ഇല്ലാണ്ടിരിക്കുമ്പോൾ ആവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ മുളക് പൊടി വേറെ തന്നെ ചൂടാക്കിയാൽ മതി, ഇതിൻ്റെ ഒന്നിച്ച് വേണ്ട. പച്ചമണം പോയി. ഓഫാക്കിയതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്ത് ഇതിന് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചു. ബീറ്റ്റൂട്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂണോളം ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരി അരിഞ്ഞു വെച്ചത്, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്നിച്ച് ചേർത്തു. ഇനി പൊടിച്ച് വെച്ച പൊടി, മുളക് പൊടി ഞാൻ അധികം ചേർത്തിട്ടില്ല. പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് മുളക് പൊടി അധികം ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞെരടണം. പിന്നെ ഇങ്ങോട്ട് നീക്കി വെച്ച ഈ ബീറ്റ്റൂട്ട് മിക്സിൻ്റെ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു. കുറച്ച് ഈത്തപ്പഴം ഇടവാക്കി വെച്ചിട്ട് കുറച്ചിതിൽ സിർക്ക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ഇതിലിട്ട്, ഈത്തപ്പഴം കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. മധുരം വേണം ബീറ്റ്റൂട്ട് അച്ചാർ നല്ല. ഇത് നന്നായിട്ട് അരച്ച് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. ഇതിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കില്ല, സിർക്ക മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ഈത്തപ്പഴം ചേർത്തിട്ട് മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതിന് കായത്തിൻ്റെ കുറവ് ഉണ്ട്, ഞാൻ കുറച്ചും കൂടി കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വരെ ചേർത്തിട്ടില്ല, നേരം 1 ടീസ്പൂൺ കൂടി ഏകദേശം ഇട്ട് കൊടുക്കാം. ഇതാ ഈ കട്ടിയിലാണ്, നല്ല ടേസ്റ്റാണ്. ഇത് 2-3 ദിവസമേ പുറത്ത് വെക്കാൻ പറ്റുള്ളൂ, പിന്നെ ഇതിൻ്റെ കളർ മാറിപ്പോവും. ഇത് 3 ദിവസമൊന്നും നിൽക്കില്ല, പെട്ടെന്ന് തീർന്നു പോകുന്ന അച്ചാറാണ്, നല്ല രസമുള്ള അച്ചാറാണ്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി സിർക്ക വെച്ച് കൊടുക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും.